ാണ് ഒരു തിരക്കഥാകൃത്തും സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാനും അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയത് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. എനിക്കൊരു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എങ്കിലും ആ ഒരു ഭാഗ്യം അത് എനിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് വളരെ ക്ലോസായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ശ്രീമതി അതിൽ അഭിനയിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു കാരണവരാണ് എല്ലാ അർത്ഥത്തിലും. ഒരു വള്ളുവനാടൻ കാരണവർ. എൻ്റെ അച്ഛൻ്റെ സഹപാഠിയായിരുന്നു വിക്ടോറിയ കോളേജിൽ പാലക്കാട്. ആ അർത്ഥത്തിൽ കൂടിയൊരു ബന്ധം ഉണ്ട്. വളരെ തീരാത്തൊരു നഷ്ടമാണ് സാഹിത്യത്തിനും സിനിമയ്ക്കും മറ്റ് സാംസ്കാരിക മുഖങ്ങളിലെല്ലാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളർന്ന കാലം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുന്ന ഒരു ലോകം, അദ്ദേഹത്തിലൂടെ തന്നെ നമ്മളുടെ മനസ്സിലെ ചിന്തകളും സ്വപ്നങ്ങളും പ്രണയവും അനുഭൂതികളൊക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലൊരു ഭാവന ഒരു പ്രദേശത്തിൻ്റെ അല്ല ഒരു ജനതയുടെ മനുഷ്യ മനസ്സുകളുടെ എങ്ങനെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഭാരതപ്പുഴയുടെ തീരം ഒരിക്കൽ കാണണമെന്നും അതുപോലെ വള്ളുവനാടൻ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കോട്ടയംകാരൻ. ഞാൻ ആദ്യമായി പുഴ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പോലെ തന്നെ എക്കാലത്തും MTN കഥാപാത്രങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു വള്ളുവനാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ പോലുമുള്ള കാരണം എനിക്ക് തോന്നുന്നു അതായിരിക്കും. കാരണം പുഴയും നാലുകെട്ടും കാവുകളും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം, ഒരു സംസ്കാരം, ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ എത്രമാത്രം നിറഞ്ഞു അല്ലെങ്കിൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് ഒരു വളരെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ മറ്റൊരു എഴുത്തുകാരനും സാധ്യമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മളിലൂടെ വീണ്ടും വളരുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഭരതേട്ടൻ്റെ കൂടെ വൈശാലി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ആ സമയത്ത്
വൈശാലി സിനിമയുടെ ചിത്രീകരണ സമയത്തും കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹകരണവും അദ്ദേഹം ഒരു സിനിമ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു അത്ഭുതം പോലെ കാണിച്ചു തരുന്നുണ്ട്. ഭരതേട്ടൻ പോലും ഒരിക്കൽ വൈശാലി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചിത്രീകരണം കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് പതറിയ നിമിഷം ഭരതേട്ടൻ വാസുവേട്ടനെ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ഞാനും കൂടെയുണ്ട്. ഒരു സൂക്ഷ്മതയോടെ ആ സിനിമ എഡിറ്റ് ചെയ്ത വാസുവേട്ടൻ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതിയിലുമൊക്കെ ജീവിതത്തിലും ആ ഒരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം എഴുതിയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും അനാവശ്യമായി ഒന്നും കണ്ടിട്ടില്ല, ഒരു വാക്കുപോലും. ഇന്നും എന്നും എനിക്ക് തോന്നുന്നു ഒരു കാലം ഇവിടെ അവസാനിക്കുന്നില്ല. വാസുവേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ അല്ല ഒരു കാലത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ജീവിത രീതികളും കഥാപാത്രങ്ങളുടെ ഒക്കെ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഇതുപോലെ ലോകത്തെനിക്ക് തോന്നുന്നില്ല മറ്റൊരു കഥാകാരനും ഈ ഒരു അനുഭവം സമൂഹത്തേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേദന പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ വിടവാങ്ങൽ പുതിയ തലമുറയ്ക്കൊരു പ്രചോദനമായി മാറട്ടെ. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അവരും വളരട്ടെ എന്നാഗ്രഹിക്കുന്നു. നമസ്കാരം. എന്ത് പറയാനാ, ഗുരു എന്ന് പറഞ്ഞാൽ ചെറുതായിപ്പോൾ അത്ര അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. ഞാൻ വാസുവേട്ടൻ, ഹരിഹരൻ, ഗംഗേട്ടൻ ഇവരൊക്കെ ചേർന്ന് ബാബുരാജ് അക്കാദമിയുടെ ട്രസ്റ്റീസും കൂടിയാണ്. പക്ഷെ എന്തായാലും എനിക്ക് മരിക്കണ ഒരു നോക്ക് കാണാൻ പറ്റാത്ത ദുഃഖമല്ലാതെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. നമസ്കാരം. ഒരു യുഗമാണ് MTയുടെ ഈ വിടവാങ്ങലോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. മലയാള ഭാഷയിൽ സാഹിത്യവും പുരാണവും ചരിത്രവുമെല്ലാം ഇത്ര അനായാസകരമായി വഴങ്ങുകയും അതിന് പുതിയ ശൈലി ഉണ്ടാക്കി പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വളരെ അപൂർവം സാഹിത്യകാരന്മാരാണ് മലയാളത്തിലുണ്ടായത്. അതിൽ അഗ്രേസരനായി പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയാണ് ശ്രീ MT. മലയാളം ഉള്ളിടത്തോളം കാലം MT എന്ന രണ്ടക്ഷരം ഈ ലോകം മുഴുവൻ അറിയപ്പെടും. അതിനുതകുന്ന ഒരുപാട് സാഹിത്യ സംഭാവനകൾ മലയാളിക്കും ലോകത്തിനും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ഭാഷയ്ക്കും സാഹിത്യത്തിനും മലയാള നാട്ടിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ ആദരാഞ്ജലികൾ പ്രണാമവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. അക്ഷരപുണ്യമാണ് ശ്രീ MT. ഞങ്ങളുടെ തലമുറയെയും അതിനു മുമ്പുള്ള തലമുറയെയും അതിന് ശേഷമുള്ള തലമുറയെയും ഒക്കെ സാഹിത്യത്തിൻ്റെയും കഥയുടെയും ഭാവനയുടെയും വിശാലമായ ലോകങ്ങൾ കാണിച്ചു തന്ന വഴികാട്ടിയാണ് അദ്ദേഹം. വ്യക്തിപരമായി പറഞ്ഞാൽ കൂടല്ലൂർകാരൻ ആയിട്ടുള്ള MTയുടെ പ്രദേശത്തെയാണ് ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. MTയുടെ നാട്, അദ്ദേഹത്തിൻ്റെ തറവാട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അവരെല്ലാം അടുത്തറിയുന്ന ആളെന്ന നിലയിൽ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടം കൂടിയാണ്. MTയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. MTയുടെ വിയോഗത്തോടു കൂടി മലയാളിയുടെ
സാംസ്കാരിക ജീവിതം കൂടുതൽ ദരിദ്രമായതുപോലെ അനുഭവപ്പെടും. ഈ ശൂന്യത നികത്താൻ ഏറെ കാലമെടുക്കും. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി. ഒരു അഭിമാനമായിരുന്നു എം ടി ജീവിച്ചിരിപ്പുണ്ട് ഈ മലയാള മണ്ണിൽ എന്നുള്ളത് തന്നെ എല്ലാവർക്കും, എല്ലാ കേരളീയർക്കും, ഓരോ മലയാളിക്കും വലിയ ഒരു അഭിമാനമായിരുന്നു. നമ്മുടെ എം ടി ലോകോത്തര സാഹിത്യകാരൻ ഈ മണ്ണിൽ ജീവിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരുന്നു. എന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും. അത്യത്ഭുതമായിരുന്നു അദ്ദേഹം. വായന തുടങ്ങിയ കാലം തൊട്ട് വായിച്ച് തുടങ്ങിയത് എം ടിയുടെ ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതവും സത്യത്തിൽ ഒരു വലിയ തന്നെ ഏത് കാലത്തും നമ്മൾ ഓർക്കും. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മളോർക്കുമില്ല. അത് വളരെ വളരെ സങ്കടകരമാണ്. മലയാളികളുടെ ഈ അനുശോചനത്തിൽ